Hello friends, once again welcome back to GK Well Done PSC. എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി GK Well Done PSCയുടെ മറ്റൊരു പുതിയ അധ്യായത്തിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് കേരള PSCയിൽ ആവർത്തിക്കുന്ന ഹിസ്റ്ററി റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിന്റെ സെക്കൻഡ് പാർട്ടാണ്. 10 ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഈച്ച് ആയിരിക്കും നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യണേ. മുമ്പത്തെ ക്ലാസ്സിൽ നമ്മൾ 10 ചോദ്യോത്തരങ്ങൾ പഠിച്ചു കഴിഞ്ഞു. ഇന്ന് അതിന്റെ ബാക്കി 10 പഠിക്കുന്നത്. അപ്പോൾ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ഓൺലൈൻ പ്ലാറ്റ്ഫോം ആയിട്ടുള്ള അക്കാഡമി വഴി നിങ്ങൾക്ക് സൗജന്യമായിട്ട് GK Well Done PSCയുടെ ക്ലാസ്സുകൾ ലഭ്യമാകുന്നതാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് താഴെ കാണുന്ന ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഓപ്പൺ ചെയ്യുക. നിങ്ങൾക്ക് നിരവധി ക്ലാസ്സുകൾ about 200 lessons ഓളം നിങ്ങൾക്ക് അതുവഴി ലഭ്യമാകുന്നതാണ്. അപ്പോൾ മറക്കാതെ പ്രൊഫൈൽ ഫോളോ ചെയ്യാനും ശ്രമിക്കുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ GK Well Done PSCയുടെ പുതിയ അപ്ഡേറ്റ്സ് ദിവസവും നിങ്ങൾക്ക് ലഭിക്കാനായി ഈ ചാനൽ എത്രയും വേഗം സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ അപ്ലോഡ് ചെയ്ത് ഉടൻ തന്നെ നോട്ടിഫിക്കേഷൻസ് ലഭിക്കാനായി അടുത്തുള്ള ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷൻസ് ഓൺ ചെയ്യുക. Which of the following proved to be Dalhousie's worst political blunder? താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ് ഡൽഹൌസിയുടെ worst political blunder ആയി പ്രൂവ് ചെയ്തിരുന്ന കാര്യം? ഓപ്ഷൻസ്: annexation of Punjab, occupation of Lower Burma, abolition of doctrine labs, annexation of oath. ശരിയായിട്ടുള്ള ഉത്തരം annexation of oath. അപ്പോൾ താഴെ തന്നിരിക്കുന്നവയിൽ ഡൽഹൌസിസ് worst political blunder ആയിരുന്നത് annexation of oath ആയിരുന്നു. അടുത്ത ചോദ്യം: The leader of revolt 1857 in Bihar was? The leader of the revolt 1857 in Bihar. ബീഹാർ റിവോൾട്ടിലെ 1887 ബീഹാർ റിവോൾട്ടിലെ ലീഡർ ആരായിരുന്നു എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. കുൻവർ സിംഗ്, നാനാ സാഹേബ്, ടാൻടിയ ടോപ്പ്, മംഗൽ പാണ്ഡെ. കുൻവർ സിംഗ് ആയിരുന്നു ദ ലീഡർ ഓഫ് ദ റിവോൾട്ട് ഓഫ് 1857 ഇൻ ബീഹാർ. 1887 ബീഹാർ റിവോൾട്ടിലെ ലീഡർ ആരായിരുന്നു? കുൻവർ സിംഗ്. അപ്പോൾ താഴെ തന്നിരിക്കുന്നവയിൽ ഏതായിരുന്നു ഡൽഹൌസിസ് മോസ്റ്റ് പൊളിറ്റിക്കൽ ബ്ലണ്ടർ ആയിരുന്നത്? annexation of oath ആയിരുന്നു. ലീഡർ ഓഫ് റിവോൾട്ട് 1857 ആരായിരുന്നു? കുൻവർ സിംഗ്. ഓക്കെ, അടുത്ത ചോദ്യം: The writer of Indian War of Independence 1857 is? ഇന്ത്യൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് 1857 റൈറ്റർ ആരായിരുന്നു എന്ന അതിന്റെ റൈറ്റർ ആരായിരുന്നാണ് ചോദിച്ചിരിക്കുന്നത്. RC മജുംദാർ, BD സവാർക്കർ, SP ചൗധരി, SN സെൻ. അപ്പോൾ ഇന്ത്യൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് 1857 റൈറ്റർ ആരാന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം BD സവാർക്കർ. അപ്പോൾ BD സവാർക്കർ ആണ് ദ റൈറ്റർ ഓഫ് ഇന്ത്യൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് 1857. ഓക്കെ, അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. Who called the 1857 revolt a planned war of national independence? ആരാണ് 1857 റിവോൾട്ടിനെ എ പ്ലാൻഡ് വാർ ഓഫ് നാഷണൽ ഇൻഡിപെൻഡൻസ് എന്ന് വിളിച്ചത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ബെഞ്ചമിൻ ഡിസ്രേലി, സർ ജോൺ സീലി, VD സവാർക്കർ, SN സെൻ. ആരാണ്? VD സവാർക്കർ ആണ് 1857 റിവോൾട്ടിനെ എ പ്ലാൻഡ് വാർ ഓഫ് നാഷണൽ ഇൻഡിപെൻഡൻസ് എന്ന് വിളിച്ചത്. ആരാണ് 1857 റിവോൾട്ടിനെ എ പ്ലാൻഡ് വാർ ഓഫ് നാഷണൽ ഇൻഡിപെൻഡൻസ് എന്ന് വിളിച്ചത്? VD സവാർക്കർ ആണ്. ഓക്കെ, അപ്പോൾ റൈറ്റർ ഓഫ് ഇന്ത്യൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് 1857 ആരാണ്? VD സവാർക്കർ ആണ്. 1857 റിവോൾട്ടിനെ എ പ്ലാൻഡ് വാർ ഓഫ് നാഷണൽ ഇൻഡിപെൻഡൻസ് എന്ന് വിളിച്ചത് ആരാണ്? VD സവാർക്കർ. ഓക്കെ, അടുത്ത ചോദ്യം: The leader of 1857 revolt in Delhi. 1857 ഡൽഹി റിവോൾട്ടിലെ ലീഡർ ആരാന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ബഹദൂർ ഷാ സഫർ, ഭാക്ത ഖാൻ, ബീഗം സീനത്ത് മഹൽ, ഖാൻ ബഹദൂർ ഖാൻ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ചോദ്യം നോക്കാം. Which of the following pairs is not correctly matched? താഴെ തന്നിരിക്കുന്നവയിൽ ഏത് രണ്ടെണ്ണമാണ് കറക്റ്റ് മാച്ച് ചെയ്യാത്തത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് നോക്കാം. ഉമാജി നായക്, രാമോസി റൈസിംഗ്, ടിപ്പു പാഗൽപന്തി, ഹാജി ഷാരിയർ ഡിയോബോണ്ട് മൂവ്മെന്റ്, സയ്യിദ് അഹമ്മദ് റൈബറലി വഹാബി മൂവ്മെന്റ്. അപ്പോൾ ഇതിൽ ശരിയായിട്ട് മാച്ച് ചെയ്യാത്തത് ഹാജി ഷാഹ്റാത്ത് ഡിയോബോണ്ട് മൂവ്മെന്റ് ആണ്. ഓക്കെ, ഹാജി ഷാഹ്റാത്ത് ഡിയോബോണ്ട് മൂവ്മെന്റ് ആണ്
ശരിയായിട്ട് കറക്റ്റ്ലി മാച്ച് ചെയ്യാത്തത്. ഓക്കെ, അപ്പോൾ ദ ലീഡർ ഓഫ് 1857 റിവോൾട്ട് ഇൻ ഡൽഹി ആരായിരുന്നു? ബഹദൂർ ഷാ സഫർ. ബഹദൂർ ഷാ സഫർ ആണ് ദ ലീഡർ ഓഫ് 1857 റിവോൾട്ട് ഇൻ ഡൽഹി. അപ്പോൾ കറക്റ്റ്ലി താഴെ നമുക്ക് 4 ഓപ്ഷൻസ് തന്നിട്ട് കറക്റ്റ്ലി മാച്ച് ചെയ്യാത്തത് ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ഹാജി ഷരീയത്ത് ഡിയോബോണ്ട് മൂവ്മെന്റ് ആയിരുന്നു. ഹാജി ഷരീയത്ത് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? നിങ്ങൾക്ക് ആൻസർ അറിയാമെങ്കിൽ കമന്റ് ചെയ്യുക. ഒരു ഹോംവർക്ക് ആയിട്ട് തരികയാണ് കേട്ടോ. ഓക്കെ, അടുത്ത ചോദ്യം. Which of the following was a precursor of the 1857 revolt? താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ് 1857 precursor of revolt എന്ന് അറിയപ്പെടുന്നത്? ഓപ്ഷൻസ്: ഇൻഡിക്കോ റിവോൾട്ട്, സന്യാസി റിവോൾട്ട്, ഉളുഗ്ലാൻ, പബ്ന റൈസിംഗ്. അപ്പോൾ which of the following was a precursor of the 1857 revolt? ഏതാണ്? ഓപ്ഷൻ ബി സന്യാസി റിവോൾട്ട് ആണ് precursor of 1857 റിവോൾട്ട് എന്ന് അറിയപ്പെട്ടിരുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം. ദ പ്ലേ നീൽ ദർപ്പൺ ഈസ് അസോസിയേറ്റഡ് വിത്ത്. നീൽ ദർപ്പൺ എന്ന പ്ലേ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സാന്തൽ റിവോൾട്ട്, പബ്ന റിയോട്ട്സ്, ഇൻഡിഗോ റിവോൾട്ട്സ്, ചമ്പാരൻ സത്യാഗ്രഹ. ശരിയായിട്ടുള്ള ഉത്തരം ഇൻഡിഗോ റിവോൾട്ട്സ് ആണ്. ഇൻഡിഗോ റിവോൾട്ട്സുമായിട്ടാണ് ദ പ്ലേ നീൽ ദർപ്പൺ അസോസിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ 1857 പ്രിക്കോസർ എന്ന റിവോൾട്ടിന്റെ പ്രിക്കോസർ എന്നറിയപ്പെടുന്നത് ഏതാണ്? സന്യാസി റിവോൾട്ട് ആണ്. അതോടൊപ്പം പ്ലേ നീല ദർപ്പൺ അസോസിയേറ്റ് ചെയ്തിരിക്കുന്നത് ഇൻഡിഗോ റിവോൾട്ട്സും ആയിട്ടാണ്. ഓക്കെ, അപ്പോൾ നമുക്കിനി അടുത്ത ചോദ്യത്തിലേക്ക് നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോവിംഗ് ഇസ് നോട്ട് കറക്റ്റ്ലി മാച്ച്? അടുത്തും തന്നിരിക്കുന്നത് 4 ഓപ്ഷൻസ് ഉണ്ട്. അതിൽ ഏതാണ് കറക്റ്റ് മാച്ച് ചെയ്താത്തത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ബീൽ റിവോൾട്ട് 1831, സ്റ്റാര റിവോൾട്ട് 1814, കിട്ടൂർ റിവോൾട്ട് 1824, ഗാന്ധാരി റിവോൾട്ട് 1844. ശരിയായിട്ടുള്ള ഉത്തരം തെറ്റായിട്ട് വരുന്ന ഉത്തരം സ്റ്റാര റിവോൾട്ട് 1840 ആണ്. അപ്പോൾ സ്റ്റാര റിവോൾട്ട് എന്നായിരുന്നു എന്നുള്ളത് നിങ്ങളൊന്ന് കമന്റ് ചെയ്യുക, അറിയാൻ നോക്കട്ടെ. അപ്പോൾ ഏതാണ് സ്റ്റാര റിവോൾട്ട്? 1814 അല്ല. അപ്പോൾ ഏതാന്നുള്ളത് നിങ്ങൾ ആൻസർ കമന്റ് ചെയ്യുക. അടുത്തത്. ദ ട്രൈബൽ ലീഡർ ഹു വാസ് റിഗാർഡഡ് ആസ് ആൻ ഇൻകാർണേഷൻ ഓഫ് ഗോഡ് ആൻഡ് ഫാദർ ഓഫ് ദ വേൾഡ് വാസ്. നാനക് ഭീൽ, ജഗ്യ ഭഗത്, ബിർസ മുണ്ട, സിദ്ധു സാന്ത. ഇതിൽ ചോദിച്ചിരിക്കുന്ന ഏത് ട്രൈബൽ ലീഡറാണ് ഗോഡ് ആൻഡ് ദൈവത്തിന്റെ അവതാരം എന്നും വേൾഡിന്റെ ഫാദർ എന്നും അറിയപ്പെട്ടിരുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ശരിയായിട്ടുള്ള ഉത്തരം വരുന്നത് ബിർസ മുണ്ടയാണ്. ബിർസ മുണ്ടയാണ് ദ ട്രൈബൽ ലീഡർ who was regarded as the incarnation of God and father of the world. Okay, അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 10 PSCയുമായി ബന്ധപ്പെട്ട ഹിസ്റ്ററിയിലെ ആവർത്തിക്കുന്ന 10 ചോദ്യഭാഗങ്ങളാണ്. ഫസ്റ്റ് പാർട്ട് നമ്മൾ മുൻപത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ക്ലാസ് കൂടി നിങ്ങൾ കാണാം. അപ്പോൾ ഇതിൽ 2 ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഈ 2 ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ അറിയാമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, ഇല്ലെങ്കിൽ ഞാൻ നെക്സ്റ്റ് ക്ലാസ്സിൽ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അപ്പോൾ മറക്കാതെ ഈ കോഴ്സ് ഫുള്ളും കാണുക. നിങ്ങൾക്ക് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എക്സാമിനേഷന് പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവർക്കും ഇത് 100% ഉപകാരപ്രദമാവുന്നതാണ്. അപ്പോൾ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഒരിക്കൽ കൂടി ആവർത്തിക്കുകയാണ്, ക്ലാസ്സിൽ കമൻറ്റ് ചെയ്യുക. അതോടൊപ്പം നിങ്ങൾക്ക് വേണ്ട ക്ലാസ്സുകളും ഏതെങ്കിലും സെക്ഷൻ കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് അത് ചെയ്തു തരുന്നതായിരിക്കും. അപ്പോൾ എനിവേ താങ്ക് യു.